ഹായ് കൂട്ടുകാരെ, വീട്ടിൽ വന്ന വേലക്കാരനെ ഒന്നുമില്ലാതെ കാണിച്ചും അവൻ്റെ പഴം തടവിയും രാത്രി റൂമിൽ ചെന്ന് അവൻ്റെ പാല് ഭാര്യ ഭർത്താവ് വേലക്കാരൻ അപ്പോൾ ജോലി മതിയാക്കി പോവാണ്. കാരണം ചോദിക്കുമ്പോൾ പറയും എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, ഉള്ള പൈസ എനിക്ക് തന്നാൽ ഞാൻ പോകാമെന്ന് പറയും. എന്നാൽ ശരി നീ പോ, സുഖമായെങ്കിൽ വാന്ന് പറയും. അത് നടക്കും തോന്നുന്നില്ല സാറേ, എൻ്റെ അമ്മയ്ക്ക് ഒട്ടും വയ്യ. അങ്ങനെ പൈസ കൊടുത്ത് വേലക്കാരനെ പറഞ്ഞു വിടുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇയാൾ ഭാര്യയോട് ചോദിക്കും, അത് സാരമില്ല, പുതിയൊരു വേലക്കാരൻ വരുന്നവരെ ജോലിയൊക്കെ ഞാൻ ചെയ്യാം. അങ്ങനെ ഇയാൾ ഓഫീസിലേക്ക് പോയി. ഇന്ന് തന്നെ പുതിയൊരാളെ കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. 2 ദിവസം കഴിഞ്ഞ് പുതിയ വേലക്കാരനെ കിട്ടി. സാർ, എനിക്ക് നല്ലപോലെ ജോലിയൊക്കെ അറിയാം. നീ വെജിറ്റേറിയനും നോൺ വെജൊക്കെ നന്നായി ഉണ്ടാക്കുമോ? സാർ, എനിക്ക് നോൺ വെജ് അത്ര പോരാ. അങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യുക? എനിക്ക് നോൺ വെജാണ് ഏറ്റവും ഇഷ്ടം. സാറപ്പോൾ എന്താ ചെയ്യും? അത് സാരമില്ല, ഇവനെ ഞാൻ നോൺ വെജ് ഉണ്ടാക്കാൻ പഠിപ്പിക്കാം. എന്ന് വെച്ചാൽ ഇവൾക്കാണെങ്കിൽ ഇവനെ ഇഷ്ടപ്പെട്ടു, അത്രയ്ക്ക് അടിപൊളിയാണ്. എന്നാൽ കുഴപ്പമില്ല, ഒരാഴ്ച നിന്ന് നോക്ക്. ഇവൾ രാവിലെ റൂമിൽ നിൽക്കുമ്പം ഇവൻ ചായ ആയിട്ട് വരും. അപ്പോൾ ഇവൻ വന്നത് ഇവൾ കണ്ടു കേട്ടാ. ഇവനാണെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് നല്ലപോലെ എല്ലാം അങ്ങ് കാണിച്ചു കൊടുക്കും. വേലക്കാരൻ അവൻ്റെ പഴം പൊങ്ങിയത് കാണാതിരിക്കാൻ തോർത്തിട്ട് മറിച്ച് കയറി വരും. എന്നിട്ട് ഇവൾക്ക് ചായ കൊടുക്കും. മുഴച്ച് നിൽക്കുന്നത് ഇവൾ കണ്ടു. പിന്നെ അടുക്കളയിൽ ഇവൻ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇവൾ വരും കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം നോക്കി നിൽക്കും. എന്നിട്ട് പതിയെ വന്നിട്ട് ഇവൻ്റെ പഴത്തിൽ പിടിക്കുന്ന പോലെ വരും. പക്ഷെ അവിടെ ഇരുന്ന ഓറഞ്ച് എടുത്തുകൊണ്ട് പോകും. ഇതിനെക്കൊണ്ട് ചപ്പിച്ച് തേൻ കുടിപ്പിക്കണം, അതാണ് ഇവളുടെ ഉദ്ദേശം. രണ്ടുപേർക്കും സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി. രണ്ടുപേരും കളിക്കാൻ റെഡിയാണ്. പിന്നെ കാണിക്കുന്ന ഇവൻ തറ തുടയ്ക്കുകയാണ്. തുടച്ച് ഇവളുടെ കാലിന് ചുവടെത്തിയിട്ടോ. അപ്പോൾ ഇവൻ പറയും, ഒന്ന് പൊക്കുമോ എന്ന്. ഇവളാണെങ്കിൽ ഇവനെ നോക്കിയിട്ട് ചിരിച്ചിട്ട് പൊക്കും കേട്ടോ. എന്താ പൊക്കുന്നതെന്ന് കണ്ടോ? ഇവൻ പറഞ്ഞ് കാല് പൊക്കാനാണ്. എന്നിട്ട് കാല് വെച്ച് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇവൻ്റെ പഴത്തിൽ തൊടും കേട്ടോ. മേഡം, എന്താ ഇത്? നിൻ്റെ പഴം ഇത്ര തടിച്ച് വീർത്ത് വലുതായി നിൽക്കുകയാണോ? എനിക്കാണെങ്കിൽ കാല് കൊണ്ടപ്പോൾ തന്നെ വെള്ളം വന്നു. നീ വന്ന് എന്നാ ചപ്പം? ഫുഡ് കഴിക്കുകയാണ്. ഫുഡും വീടും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇനി ഇവൻ സ്ഥിരമായിട്ട് ഇവിടെ നിന്നോട്ടെ, ഇവൻ തന്നെ മതി നമുക്ക്. ഇവൾക്കും ഇവനും അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഇനി എന്നും ഇവർക്ക് നല്ലപോലെ കളിക്കാമല്ലോ. പിന്നെ രാത്രി ആയിട്ടോ. അപ്പോൾ ഇയാൾക്കാണ് എന്തൊരു പെടലി വേദന. ഓയിൻമെൻറ്റ് എടുത്ത് കൊണ്ടുവന്ന് പെടലി കൊടുക്കാൻ പറയും. ഇവളങ്ങനെ പെടലി തേച്ച് കൊടുക്കുകയാണ്. അതിനിടയ്ക്ക് ഇവൾ പാലിൻ്റെ അകത്ത് ഉറക്കഗുളി ഇടും കേട്ടോ. എന്നിട്ട് ഇയാൾക്ക് കൊടുക്കും. ഇയാളപ്പോഴത്തേക്കും അതൊക്കെ നല്ലപോലെ കുടിച്ചിട്ട് കിടന്നുറങ്ങുകയാണ്. എന്നിട്ട് ഇയാൾ കുടിച്ചോ ഉറങ്ങിയോ നോക്കും. ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയപ്പം ഇവൾ പോവുകയാണ് അവിടെ. അവൾ നേരെ വന്നത് വേലക്കാരൻ്റെ റൂമിലേക്ക്. അവൻ്റെ അടുത്തിരുന്ന് പഴം പിടിച്ച് തടവി. അവൻ ചാടി എണീറ്റു. മേഡം, എന്താ ഇപ്പോൾ? നിന്നെ ഒന്നുമില്ലാതെ എനിക്ക് കാണണം, നിൻ്റെ പഴം കാണണം, അതുപോലെ എൻ്റെ ബാക്ക് ഭാഗം നിൻ്റെ മുഖത്ത് വെക്കണം, നിൻ്റെ കോണൈസ് എനിക്ക് വേണം, അതിലെ പാല് കുടിക്കണം. മേഡം, സാബ് അറിഞ്ഞാലോ? സാബ് ഒന്നും അറിയാനും പോകുന്നില്ല. സാബ് ഒരു ഉണങ്ങിയ പഴമാണ്, അദ്ദേഹത്തിനെ കൊണ്ട് ഒന്നും കഴിയില്ല. ഒന്നും ഇതാണ് ഇവരുടെ പരിപാടി. സാബിന് പാല് കൊടുക്കുന്നു, ഇവർ കളിക്കുന്നു. ഇന്നാ നിങ്ങളുടെ പാല്, ഇത് കുടിച്ചിട്ട് കിടക്ക്. കുറച്ച് പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ കുടിച്ചോളാം, നീ പാലവിടെ വെച്ചിട്ട് പൊക്കോ. അങ്ങനെ ഇവളാണെങ്കിൽ പാല് മേശപ്പുറത്ത് വെക്കുന്നു. ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം, നിങ്ങൾ പാല് കുടിച്ചിട്ട് ഉറങ്ങുക. അവളങ്ങനെ ഫ്രഷാക്കാൻ പോയി. ഇയാളാണെങ്കിൽ പണിയൊക്കെ കഴിഞ്ഞ് ലാപ്ടോപ്പ് മേശ വെക്കുമ്പോഴത്തേക്കും പാല് ഗ്ലാസ് മറിഞ്ഞു പോയിട്ടോ. പാല് ഫുള്ള് പോയി. ഇയാൾ അലമാരിയിൽ നിന്ന് തുണിയെടുത്ത് അവിടെ മൊത്തം ക്ലീൻ ആക്കും കേട്ടോ. പാലിൻ്റെ പോയതൊന്നുമില്ല. എന്നിട്ട് ഇയാളാണെങ്കിൽ എല്ലാം വൃത്തിയാക്കിയിട്ട് കിടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം ഇവള് ഫ്രഷായിട്ട് വന്നു. ഇയാൾ പാല് കുടിച്ച് ഉറങ്ങിയെന്ന് വിചാരിച്ച് ഇവള് പതിവ് പോലെ കളിക്കാൻ പോയി. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ എണീറ്റ് തപ്പി നോക്കിയപ്പോഴത്തേക്കും ഇവളെ കാണാനില്ല. എവിടെ പോയെന്ന് വിചാരിച്ച് എണീറ്റിരിക്കും കേട്ടോ. പിന്നെ ഇയാൾ അടുക്കളയിൽ പോയി നോക്കും. അപ്പോഴത്തേക്കും അവിടെയൊക്കെ നോക്കി കാണാനില്ല. വേലക്കാരൻ്റെ റൂമിൽ നിന്ന് സൗണ്ട് കേൾക്കും. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്. മേഡം എന്നും എന്തിനാണ് എൻ്റെ അടുത്ത് വരുന്നത്? സാബിനെ കൊണ്ട് ഇതൊന്നും കഴിയില്ലേ? എന്താണ് അയാളെ കല്യാണം കഴിച്ചത്? ആൾ നല്ല പൈസക്കാരനാണ്, ആളുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്. ഞാൻ അതാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഇവർ തമ്മിൽ കളിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം ഇയാൾ കാണും. ഇയാൾ എന്നിട്ട് ഒന്നും മിണ്ടാതെ അവിടുന്ന് പോവുകയാണ്. പിന്നെ പിറ്റേ ദിവസമായി ഇയാളെ പിന്നെ ജോലിക്ക് പോകാൻ തുടങ്ങുകയാണ്. ഞാൻ കുറച്ച് വൈകി വരുവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ വേലക്കാരൻ്റെ കയ്യിൽ നിന്ന് ചോറൊക്കെ മേടിച്ച് പോവുകയാണ്. അതിനുശേഷം ഇവളും പോവുകയാണ് കേട്ടോ. ഞാൻ സാധനമൊക്കെ മേടിച്ചിട്ട് വരാം, നീ ഇവിടുത്തെ പണിയൊക്കെ തീർക്ക്. അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഇന്ന് സാബ് ലേറ്റായി വരുള്ളൂ, നമുക്ക് കുറച്ച് അധികം നേരം ഇന്ന് കളിക്കാം. സാധനം വാങ്ങി ഇവൾ തിരിച്ചു വന്നപ്പോൾ സാബ് അവിടെ നിൽപ്പുണ്ട്. ഇവൾ നോക്കുമ്പോൾ വേലക്കാരന് ഒരനക്കമില്ലാതെ കിടക്കുകയാണ്. അയാളുടെ കാര്യത്തിൽ സാബ് ഒരു തീരുമാനമാക്കി. അതുപോലെ ബേക്കിലൂടെ വന്ന് ഇവളുടെ കാര്യത്തിലും തീരുമാനമാക്കിയിട്ടോ. നീ പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? എന്നെ എന്തിനാണ് ചതിച്ചത്? നിനക്ക് എന്താണ് വേണ്ടത്? ഏറ്റവും വലുത് പൈസയാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നും നിനക്ക് പൈസ. അപ്പോൾ ഗൈസ്, സംഭവം എല്ലാം കഴിഞ്ഞിട്ടോ. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം.